ഇന്ന് നമുക്ക് കടലിൽ കിടക്കുന്ന ഒരു അന്തർവാഹിനി കപ്പൽ കയറി കണ്ടാലോ. S-518 നസാരിയോ സൗറോ എന്നറിയപ്പെടുന്ന ഇറ്റലിയുടെ അന്തർവാഹിനി കപ്പലാണിത്. 1980 ഇത് ഇറ്റാലിയൻ നാവികപ്പടയുടെ ഭാഗമാകുന്നത്. 2002 വരെ ഇറ്റാലിയൻ നാവികപ്പടയുടെ ഭാഗമായിരുന്നു ഈ മുങ്ങിയ കപ്പൽ. അതിനുശേഷം 2009 ഇത് ഇറ്റലിയിലെ ആദ്യത്തെ കടലിലെ കപ്പൽ മ്യൂസിയം എന്നുള്ള രീതിയിൽ ജനവ അക്വേറിയത്തിന് തൊട്ടടുത്ത് തന്നെ ഇത് കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇന്നത് പൊതുജനങ്ങൾക്ക് കയറി കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഇവിടെ കയറി കാണുവാൻ ചെറിയൊരു ചാർജ് നൽകേണ്ടതുണ്ട്. മിക്കപ്പോഴും ഓഫറുകളിലും മറ്റുമായി നമുക്ക് അക്വേറിയം ടിക്കറ്റിന്റെ കൂടെ ഇതും കാണാനുള്ള അവസരം ഉണ്ടാവാറുണ്ട്. അതേപറ്റിയെല്ലാം ജനവ അക്വേറിയം വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ അന്തർവാഹിനി കപ്പലിന്റെ ഉള്ളിൽ കയറി അതിലെ കാഴ്ചകൾ കാണാം. കൊറോണയുടെ ഭീതി നിലനിൽക്കുന്നതിനാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണ് ഇവിടെ പ്രവേശനം നൽകുന്നത്. ജനവ അക്വേറിയത്തിൽ നിന്നും കലാട്ട മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയിൽ കലാട്ട മ്യൂസിയത്തിന് വളരെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുക. ഇതിനുള്ളിൽ കയറുന്നതിന് മുൻപായി നമ്മൾ ഹെൽമറ്റ് ധരിക്കേണ്ട ആവശ്യമുണ്ട്. ആദ്യം കാര്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല, എന്നാൽ അതിൻ്റെ ഉള്ളിൽ കടന്ന ശേഷം ഞങ്ങൾക്ക് അതിനുള്ള കാരണം വ്യക്തമായി. വളരെ ചെറിയ കുത്തനെയുള്ള സ്റ്റെപ്പുകളിൽ കൂടിയാണ് ഇതിനുള്ളിലേക്ക് ഇറങ്ങേണ്ടത്. ഒരു എൻജിൻ റൂം എന്ന പോലെയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിപ്പെടുക. ഇതൊരു ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയാണ്. അന്തർവാഹിനി കപ്പൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഇവിടെ ലൈറ്റുകളും അതുപോലെ തന്നെ സൗണ്ടും അതിന് തക്ക രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. വളരെ ഇടുങ്ങിയ വഴികളാണ് ഇതിനുള്ളിലുള്ളത്. കൂടാതെ പല സ്ഥലങ്ങളിലും പൊക്കം വളരെ കുറവാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ തല മുകളിൽ ചെന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനാലാണ് ഇതിനുള്ളിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ഹെൽമെറ്റ് എല്ലാം അവർ നൽകിയത്. പല സ്ഥലത്തും തലമുട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊന്നിട്ട് നോക്കട്ടെ, ഒരു സെക്കൻഡ്. ഇതൊരു ഡ്രസ്സ് മാറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. അവർ കിടന്ന് ഉറങ്ങുന്ന സ്ഥലങ്ങളാണ് പട്ടാളക്കാർ. കൈ കഴുകുന്നത് എൻജിൻ റൂമാണേ. അവൻ്റെ അമ്മ അറിയാനും കണ്ട ഒരു കപ്പൽ കണ്ടോ കപ്പലിൻ്റെ ഉള്ളിൽ. Sottomarino ആണ് ഇത്, sottomarino. Alfa November Oscar Victor, this is India Alfa November Sierra. You have one immediate and one priority. Over. Angelo è pronto? Sono in questa situazione. Siamo 2 minuti. 2 minuti? No, proprio finiamo. Aspetta. ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ശരിക്കും ഒറിജിനൽ ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയേക്കാൻ തോന്നുന്നു അല്ലേ? പക്ഷെ എല്ലാവരും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മി അയ്യോ ഈ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടായിരിക്കും ഇതൊക്കെ. കമാൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്.
Finalmente no. യുദ്ധത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട് No, sì, sì, sì. Quando li guardi al fronte inizia a snorkel su 3 motori termici. Ma c'è la tua sorella? Inizia a snorkel. റയാനു നിക്കട്ടെ റയാനു മെഡലുകള് Vai avanti. Agora coloca na tua paia cada mais de piano, Vedi là. ഇതൊക്കെ ഇവര് കിടന്ന് ഉറങ്ങുന്ന സ്ഥലങ്ങളൊക്കെയാന്ന് തോന്നുന്നു. ഈ പട്ടാളക്കാർക്ക് ഉറങ്ങാനുള്ള സ്ഥലങ്ങളാന്ന് തോന്നുന്നു ഇതൊക്കെ. എടാ റയാനൊന്ന് നോക്കി കേട്ടാ. Sì, sì, ഇവിടെ ഉണ്ട്. Senti piano, Una foto എടുക്കട്ടോ. ചെറിയ ഫോട്ടോ എടുക്കും കപ്പൽ കഴിഞ്ഞിട്ട്. അങ്ങനത്തെ ബാത്റൂം ഉണ്ട്. കുറെ ബാത്റൂമുകളുണ്ട്. മിസൈല് Vedi queste coste qua? Quelle costole lì, che sono ravi di ferro piegate. Che sono quelle che formano la struttura solida del Come foto അടിപൊളിയാണ് കേട്ടോ. കറക്റ്റാണ് ഇവിടുന്ന് നിന്നപ്പോഴാണ് ഫോട്ടോ എടുത്തത്. എടുത്തോ. Io vi faccio così. Io guardate. Guardate come sono io. Ma giù alla sala messa non ci fanno andare allora? Mi sa di no. Mi sa che ce l'hanno fatta vedere da lì e basta. Peccato. മിസൈലല്ലേ? A vederla. Vai, passa, vai con me, vai con me. മിസൈലാണിത്. Cos'è questo? Dai, vai con me, lì dietro. Aspetta Giosia, Davide. No, no, no. Sì, è un scolo. നിങ്ങളൊക്കെ മോള് Adesso vi fanno le foto che stiamo da dietro. Andiamo sopra. Ma che stai fotografando? E fate vedere le foto per il aspetta. Metti la gamba fuori, l'altra. Metti la gamba fuori. Altra. Jenny, ho paura. Madonna. അപ്പോൾ ഞങ്ങൾ മുങ്ങിക്കപ്പൽ കണ്ട് ഇതേ പുറത്തേക്ക് കടക്കുകയാണ്. കഥകളിലും അതുപോലെ ഫോട്ടോകളിലൊക്കെ നമ്മൾ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ ഈ മുങ്ങിക്കപ്പലിനെ കുറിച്ച്. ആദ്യമായിട്ടാണ് ഒരു മുങ്ങിക്കപ്പലിൻ്റെ ഉള്ളിൽ കയറി ഇത് കാണുന്നത്. ഇപ്പോൾ കുട്ടികൾക്കും ഈ മുങ്ങിക്കപ്പലിനെ കണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരം ഇതുവഴി അവർക്ക് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഒരു അന്തർവാഹിനി കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. 1980 ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരെണ്ണമാണ്. അപ്പോൾ കണ്ടം ചെയ്ത് ഞങ്ങളുടെ ഇവിടുത്തെ കടലിൽ കൊന്നിട്ടിരിക്കുക. 518. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് ഖലാട്ട മ്യൂസിയത്തിലേക്കാണ് ജനവയിലെ. അപ്പോൾ അതിലെ കാഴ്ചയിൽ മറ്റൊരു വീഡിയോ.